പഞ്ചായത്ത് ഇലക്ഷൻ അതിന്റെ തീവ്രതയിൽ നിൽക്കുമ്പോൾ ഇന്ന് എന്നോടൊപ്പം വാർഡറിയാം സ്ഥാനാർത്ഥി അറിയാം എന്ന പരിപാടിയിലേക്ക് മറയൂർ ചാനൽ പ്രേക്ഷകരോട് സംസാരിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ 2.5 വർഷക്കാലം മറയൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്ന് മറയൂരിന്റെ വികസനത്തിൽ അതിസമഗ്രമായ സംഭാവനകൾ പ്രദാനം ചെയ്തിട്ടുള്ള ദീപ അരുൾജ്യോതി മാഡമാണ്. മാഡം ഇത്തവണയും ഇലക്ഷന് മത്സരിക്കുന്നുണ്ട്. നമുക്ക് ദീപ അരുൾജ്യോതി മാഡത്തിനെ വാർഡറിയാം സ്ഥാനാർത്ഥി അറിയാം എന്ന പരിപാടിയിലേക്ക് ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമുക്ക് കഴിഞ്ഞ 2.5 വർഷക്കാലം പ്രസിഡന്റ് പദവിയിൽ ഇരുന്നുകൊണ്ട് മറയൂരിന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് സാധിച്ചത്? മറയൂരിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ മറയൂരിന്റെ വികസനത്തിന് വേണ്ടി പ്രോജക്റ്റ് എടുക്കുമ്പോൾ ഓരോ ഗ്രാമസഭയിലും വരുന്ന നിർദ്ദേശങ്ങൾ ആൾക്കാർക്ക് ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ വികസനങ്ങളും ചെയ്തിരിക്കുന്നത്. റോഡ് എല്ലാ വാർഡുകളിലും ഇപ്പോൾ മറയൂർ ഗ്രാമപഞ്ചായത്ത് എടുക്കുവാണെങ്കിൽ എല്ലാ വാർഡുകളിലും ഇപ്പോൾ റോഡ് മിക്കവാറും എല്ലാം തന്നെ നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ റോഡ് റീടാറിങ്, അതായത് പൊളിഞ്ഞിരിക്കുന്ന ടാറിങ് റോഡുകൾ റീടാറിങ് ചെയ്ത് നല്ല രീതിക്ക് വികസനം ചെയ്തിട്ടുണ്ട്. അതുപോലെ കൃഷി ഉൽപാദന മേഖലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷി മേഖലയിൽ നമ്മൾ കൃഷി കനാൽ ഇഷ്ടം പോലെ എല്ലാ വാർഡുകളിലും ആവശ്യപ്പെടുന്ന മെമ്പർമാർ ആവശ്യപ്പെടുന്ന രീതിക്ക് കൃഷി കനാൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ്, ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് പ്രോജക്റ്റ് നമ്മൾ 7 ലക്ഷം രൂപ പ്രോജക്റ്റ് വെച്ച് ഇപ്പോൾ എല്ലാ വാർഡുകളിലും സ്ട്രീറ്റ് ലൈറ്റ് ഇടാനായിട്ട് പ്രോജക്റ്റ് വെച്ചു. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ സ്ട്രീറ്റ് ലൈൻ വലിക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം പ്രോജക്റ്റ് വെച്ച് അതും കൂടി ചെയ്തിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് മിക്കവാറും ഏരിയകളിൽ മിനിമാസും അതും ഹൈമാസ് ലൈറ്റുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ 10 ലക്ഷം രൂപ മിനിമാസും ഹൈമാസും മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 10 ലക്ഷം രൂപ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ ടൂറിസ്റ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് മറയൂർ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ടൂറിസ്റ്റ് ആൾക്കാർ വരുന്നത് നമ്മുടെ മുരുകൻപാറയിലാണ്. അവിടെ ഇപ്പോൾ ചിൽഡ്രൻസ് പാർക്ക് പണിയാൻ വേണ്ടി നമ്മൾ പ്രോജക്റ്റ് ഏറ്റെടുത്ത് ഇപ്പോൾ ടെൻഡർ വിട്ട് നടപടികൾ ആയിട്ടുണ്ട്. അതിൻ്റെ പണികൾ ഇപ്പോൾ ഇലക്ഷൻ കഴിയുന്നവരൊക്കെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തു. വരുന്ന ദിവസങ്ങളിൽ ആ പണിയും കൂടി നമ്മൾ പൂർത്തീകരിക്കും. അതുപോലെ ടേക്ക് എ ബ്രേക്ക്, നമ്മുടെ പഞ്ചായത്തിൽ ടൂറിസ്റ്റ് മേഖലയായിട്ട് കരിമുട്ടി വാട്ടർഫാൾസും മുരുകൻപാറയാണ്. അവിടെ ടേക്ക് എ ബ്രേക്ക് നമ്മൾ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ കുടിവെള്ളത്തിൻ്റെ കാര്യങ്ങൾ എടുക്കുമ്പോൾ മിക്കവാറും വാർഡുകളിൽ ജലനിധി ഉണ്ടെങ്കിൽ പോലും പൈപ്പ് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാർഡുകളിൽ തന്നെ പൈപ്പ് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാതെ ഇപ്പോൾ ജലനിധി ഇല്ലാത്ത വാർഡുകളിലും ഇപ്പോൾ ജലജീവൻ മിഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിലിപ്പോൾ കാര്യങ്ങളിലൊക്കെ നമ്മൾ നടന്നു വരുന്നുണ്ട്. അത് മാത്രമല്ലാതെ നമുക്ക് ഈ 5 വർഷം കാലം ചെയ്തത് 2022-23 ABCD പ്രോഗ്രാം നമ്മൾ ചെയ്തായിരുന്നു. അതിലൊരു 2000 ചില്ലറ ST മേഖലയിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് മിക്കവാറും ആൾക്കാർക്ക് വന്നിട്ട് അവർക്ക് ഒരു രേഖകളും ഇല്ലാത്ത ആൾക്കാരുണ്ട്. തിരിച്ചറിയൽ കാർഡോ ആധാർ കാർഡോ ബാങ്ക് പാസ്ബുക്കോ പോലും ഇല്ലാത്ത ഇല്ലായിരുന്നു. അവർക്ക് നമ്മൾ ഒരു ABCD പ്രോഗ്രാം പ്രോജക്റ്റ് വെച്ച് ജില്ലാ ഭരണകൂടവും മറയൂർ ഗ്രാമപഞ്ചായത്തും കൂടി ചേർന്ന് എല്ലാ 2000 ചില്ലറ ആൾക്കാർക്ക് നമ്മൾ ID കാർഡും ആധാർ കാർഡും ബാങ്ക് പാസ്ബുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാം നമ്മൾ 3 ദിവസത്തെ ക്യാമ്പയിനായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തത് വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് മോട്ടോർ വാഹന വകുപ്പും കുടുംബശ്രീ ജില്ലാ മിഷനും കൂടി ചേർന്നിട്ട് 2 വീലർ ലൈസൻസിന് വേണ്ടി കുടുംബശ്രീ വഴി പ്രോജക്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് 42 വനിതകൾക്ക് നമ്മൾ 2 വീലർ പരിശീലനം കൊടുത്ത് അവർക്ക് 2 വീലർ ലൈസൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ കാര്യത്തിൽ എടുക്കുവാണെങ്കിൽ മറയൂർ ഗ്രാമപഞ്ചായത്തിൽ ഈ 5 വർഷക്കാലം വീട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 900 ചില്ലറ വീടുകൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മുറിക്ക് ഞാനും പഞ്ചായത്ത് സെക്രട്ടറിയും കൂടി ചേർന്നിട്ട് നമ്മളുടെ വികസന സദസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇടുക്കി ജില്ലയിൽ നമുക്ക് 3ാമത്തെ സ്ഥാനമാണ് അവാർഡ് കിട്ടിയത്. പിന്നെ PMOA വീടുകൾ നമ്മൾ കുടിമേഖലയിൽ, അതായത് 1, 2, 3 വാർഡുകൾ എടുക്കുവാണെങ്കിൽ മിക്കവാറും വീടുകളുടെ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ PMOA ലിസ്റ്റിലെടുത്തു. അത് മാത്രമല്ലാതെ
നമുക്ക് ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ വീടുകളിലെ പോരായ്മകളൊക്കെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. എന്നാലും ഇനിയും ഒരുപാട് ആൾക്കാരുടെ വീടുകളിലെ പോരായ്മകളൊക്കെ ഉണ്ട്. നമ്മൾ അടുത്ത ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ അവർ ലൈഫ് മിഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വീട് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ അതുമാത്രമല്ലാതെ നമ്മളിപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ 16 കോടി 48 ലക്ഷം രൂപ നമുക്ക് എഡ്കോ വായ്പയായിട്ട് എടുത്തിട്ട് SC ST ജനറലിൻ്റെ ആൾക്കാർക്ക് നമ്മൾ വീട് എഗ്രിമെൻ്റ് വെച്ച് നമ്മൾ പൈസ കൊടുക്കാനുള്ള തീരുമാനം കൂടി നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടുണ്ട്. പിന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് മറയൂർ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മറയൂർ ശർക്കരയാണ് നമുക്ക് ഉള്ളത്. അതിൽ കരിമ്പ് കൃഷിക്ക് വേണ്ടി നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ കരിമ്പ് കൃഷി ഇനിയും കൂടുതൽ നമുക്ക് പ്രോത്സാഹനപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് സബ്സിഡി വിഹിതം എല്ലാ വർഷവും കൊടുക്കുന്നത് പോലെ ഈ വർഷവും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ 2 വർഷമായിട്ട് ആൾക്കാരുടെ കരിമ്പ് കൃഷിയായിട്ട് അതുപോലെ കവുങ്ങിൻ്റെ കൃഷികളൊക്കെ ആകുമ്പോൾ ആൾക്കാരുടെ അത് ഇപ്പം കൂടുതലും വിളവെടുക്കാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നങ്ങൾ എല്ലാ ഗ്രാമസഭയിലും ഉയർന്നു വന്നു. അതിൻ്റെ മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ കുമ്മായ വിതരണം, പിന്നെ പച്ചക്കറി കൃഷി ഏറ്റവും കൂടുതൽ നമ്മൾക്ക് തമിഴ്നാട്ടിൽ നിന്നാണ് പച്ചക്കറികളൊക്കെ വന്നത്. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അവിടെ നിന്നൊക്കെ വിഷമൊക്കെ അടിച്ച് എല്ലാം കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ മറയൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തന്നെ ഉൽപ്പാദനം ചെയ്യാൻ വേണ്ടി പച്ചക്കറി കൃഷി എല്ലാവർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ കട്ടിൽ, അതായത് വയോജനങ്ങൾക്ക് കട്ടിൽ പ്രോജക്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് വയോജനങ്ങളുടെ കട്ടിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മറയൂർ ഗ്രാമപഞ്ചായത്തിൽ ഈ 5 വർഷം കൊണ്ട് 3000 ചില്ലറ ആൾക്കാർക്ക് നമ്മൾ കട്ടിൽ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ബെഡിന് വേണ്ടി നമ്മൾ പ്രോജക്റ്റ് വെച്ചു. അതിപ്പോൾ CC കമ്മിറ്റി, അതായത് തിരുവനന്തപുരത്ത് നമ്മുടെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ നമ്മളത് ഉൾപ്പെടുത്തണം. അതിപ്പോൾ അവിടെ അജണ്ടയിൽ ഉൾപ്പെടുത്തി നിൽക്കുന്നുണ്ട്. അതിൽ എല്ലാവരുടെയും അപേക്ഷ നമ്മൾ ക്ഷണിച്ച് വാങ്ങിച്ചിട്ടുണ്ട് ഗ്രാമസഭയിൽ. ആ CCയുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നമുക്ക് ഇത് തീരുമാനം കിട്ടുവാണെങ്കിൽ എല്ലാവർക്കും ബെഡ് കൊടുക്കാനുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ആരോഗ്യ മേഖല എടുക്കുവാണെങ്കിൽ മറയൂർ ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവിന് വേണ്ടി നമ്മൾ പഞ്ചായത്താണ് പ്രോജക്റ്റ് വയ്ക്കുന്നത്. അത് എല്ലാ വർഷവും കിടപ്പ് രോഗികൾക്ക് വേണ്ടി 10 ലക്ഷം രൂപ പ്രോജക്റ്റ് അവർക്ക് മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ മരുന്നുൾപ്പെടെ പഞ്ചായത്താണ് ചെയ്യുന്നത്. അത് പാലിയേറ്റീവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എല്ലാ വർഷവും 10 ലക്ഷം, ആദ്യം 2 ലക്ഷമാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ 10 ലക്ഷം രൂപ പ്രോജക്റ്റ് വെച്ച് പാലിയേറ്റീവ് രോഗികൾക്ക് അതുപോലെ കിടപ്പ് രോഗികൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ വിദ്യാഭ്യാസ മേഖല എടുക്കുവാണെങ്കിൽ മറയൂർ ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് LP സ്കൂൾ മാത്രമാണ് വിട്ടുകിട്ടിയ സ്ഥാപനം എന്ന് പറയുന്നത്. ആ സ്കൂളിൽ മിക്കവാറും നമ്മുടെ പേരൻസൊക്കെ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ രാവിലെ പിള്ളേർക്ക് കൊച്ചുമക്കൾക്ക് ആഹാരം പോലും കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ മിക്കവാറും സ്റ്റുഡൻസൊക്കെ പോയി അസംബ്ലിയിൽ നിൽക്കുമ്പോഴത്തേക്കും തലകറങ്ങി വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടി 9 ലക്ഷം രൂപ തുക നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി അത് തുക എല്ലാ വർഷവും നമ്മൾ മാറ്റി വയ്ക്കുന്നു. എന്തൊക്കെ കുട്ടികൾക്ക് കൊടുത്തോണ്ടിരുന്ന രാവിലത്തെ പുട്ടുണ്ട്, അതുപോലെ ബ്രെഡ് കൊടുക്കും, അവൽ കൊടുക്കും, ഇഡ്ഡലി കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസം ടൈം ടേബിൾ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് വായ്തോരാതെ മുൻ പ്രസിഡന്റ് എന്ന് പറയേണ്ടി വരും സംസാരിച്ചത്. ഒരു വനിതാ പ്രസിഡന്റ് എന്ന രീതിയിൽ മറയൂർ ഗ്രാമപഞ്ചായത്തിൽ ഇരുന്ന കാലങ്ങൾ മുഴുവൻ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നൊരു ബോധ്യമുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ വനിതാ പ്രസിഡന്റ് എന്ന രീതിക്ക് നമ്മൾ വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടി കുടുംബശ്രീ വഴി എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ അവരോട് ഇടപെട്ട് കുടുംബശ്രീ സീരിയസ് ഹെൽപ്പേഴ്സിനോട് ഇടപെട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു. കുടുംബശ്രീയിൽ പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാർ വരെ നമ്മുടെ കുടുംബശ്രീയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്തു വരുന്ന രീതിയിൽ ചെയ്തപ്പോൾ നമ്മുടെ മറയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കുടുംബശ്രീ ഇടുക്കി ജില്ലയിൽ ആദ്യത്തെ അവാർഡും നല്ല പ്രവർത്തനത്തിന് വേണ്ടി ഈ കഴിഞ്ഞ ജില്ല അതായത് സ്റ്റേറ്റ് ലെവലിലെ 3ാമത്തെ അവാർഡുമാണ് 2023 വാങ്ങിച്ചത്. ഈ കഴിഞ്ഞ വർഷം ഈ 2-3 മാസം മുമ്പ് പോയിട്ട് നമ്മുടെ ട്രൈബൽ മേഖലയിൽ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബശ്രീ ഫസ്റ്റ് അവാർഡാണ് ജില്ലാ ലെവലിൽ സ്റ്റേറ്റ് ലെവലിൽ മേടിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീ എന്ന രീതിയിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നല്ല ടെൻഷനൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ആദ്യമായിട്ടാണ് പ്രസിഡന്റ് ആവുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നോ, നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ?
അതായത് അതൊരു സ്ത്രീയാണ്, അവരൊക്കെ എന്ത് ചെയ്യാനാ, അങ്ങനെ ആളുകളുടെ ഇടയിലുള്ള ഒരു ചെറിയ പരിഹാസമോ അല്ലെങ്കിൽ ഓപ്പോസിഷൻ പാർട്ടിയുടെ തന്നെയാണെങ്കിൽ പോലും അങ്ങനെ ഒരു പരിഹാസമോ അല്ലെങ്കിൽ ഇവളെ കൊണ്ടൊന്നും ഒന്നും കഴിയില്ല എന്നൊക്കെ ആളുകളുടെ പുച്ഛത്തിലുള്ള സംസാരങ്ങളും അടക്കം പറച്ചിലുകളും ഒക്കെ ഉണ്ടായോ? അതെങ്ങനെയാണ് അതിനെ തരണം ചെയ്ത് ഇപ്പൊ ഇരിക്കുന്ന ഈ പൊസിഷനിലേക്ക് ഇരിക്കാനായിട്ട് പറ്റിയതെന്ന് പറയും? ആദ്യം നമ്മൾ പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും പറഞ്ഞു ഇതൊരു വനിതയല്ലേ, രാത്രിയൊക്കെ ഏതെങ്കിലും ഒരു അപകട സംഭവമോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിക്കുമ്പോൾ ഇവരൊക്കെ എവിടെ വരാനാ, ഇവരൊക്കെ സ്ഥാനത്തിൽ വന്നിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്, ചുമ്മാ ഒരു സ്ഥാനത്തിന് വേണ്ടി മാത്രം, ഒരു അലങ്കാരത്തിന് വേണ്ടി മാത്രമാണ് ഇവർ ഈ കസേരയിൽ ഇരിക്കുന്നതെന്നൊക്കെ ഒരു സംസാരം ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ അത് അതിജീവിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഏത് പാതിരാത്രിയിലും നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടി, ഒരു പ്രശ്നത്തിന് വേണ്ടി ഫോൺ വിളിക്കുമ്പോൾ ആ സമയത്ത് ഞാൻ ഫോൺ എടുക്കും. അവരുടെ ആവശ്യങ്ങൾ ആ സമയത്ത് തന്നെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നമ്മൾ അവരോട് ചോദിക്കും. അവരുടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു വാർഡിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു വാർഡ് മാത്രമല്ല, പ്രസിഡന്റ് പറയുമ്പോൾ എല്ലാ വാർഡും കൂടി നമ്മൾ പോകേണ്ടി ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ വിളിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരു പരാതി തരുവാണെങ്കിൽ ആ പരാതി 2 ദിവസത്തിനകം തന്നെ നമ്മൾ ആ പ്രശ്നം പരിഹരിക്കാനുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നേരത്തെ ഒരു പേടി ഉണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് നമ്മളിത് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ആ പേടിയൊക്കെ മാറി നമ്മൾ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ ഉള്ളത് ഇപ്പോൾ ഇത്രയ്ക്കും നമ്മളൊരു ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാനം വന്നത് കൊണ്ടാണ് ധൈര്യം വന്നിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ സ്ഥാനത്തിലുള്ളത് കൊണ്ട് ഒരാൾ ഒരു ആവശ്യത്തിന് വേണ്ടി പഞ്ചായത്തിന് വരുമ്പോൾ അവരെ ഒരു മോശമായ രീതിയിൽ സംസാരിച്ചിട്ടും ഇല്ല. അവരെ മുഖം കണ്ടിട്ട് ഞാൻ ചിരിക്കുന്ന ആളാണ്. അവർ വരുമ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് വരുമ്പോൾ അവരുടെ മുമ്പിൽ മുഖം കണ്ട് അവരോട് ചിരിച്ചാൽ മതി, അവരുടെ മനോഭാവങ്ങളൊക്കെ മാറിപ്പോകും, ടെൻഷൻ മാറിപ്പോകും. ആ രീതിക്കാണ് ഈ 2.5 വർഷം കൊണ്ട് പ്രസിഡന്റായിട്ടിരുന്ന സമയത്ത് നമ്മുടെ ജനങ്ങളോടൊപ്പം ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നത്. 2005 ആദ്യമായിട്ട് വിമൺ റിസർവേഷൻ 50% ലോക്കൽ സെൽഫ് ബോഡികളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അന്നൊക്കെ എല്ലാവരും വളരെ പരിഹാസത്തോടു കൂടി പറഞ്ഞതായിരുന്നു, സ്ത്രീകളെ ഇവിടെ ഇങ്ങനെ പ്രതിഷ്ഠിക്കത്തേ ഉള്ളൂ, പുരുഷന്മാരായിരിക്കും അപ്പോഴും ഭരണം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ വീട്ടുകാരുടെ എന്തെങ്കിലും ഇടപെടലുകൾ ഈ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്? അത് സ്വന്തമായി തന്നെയാണോ തീരുമാനങ്ങളെല്ലാം എടുത്ത് പോയിട്ടുള്ളത്? ഇല്ല, വീട്ടുകാരുടെ എല്ലാ സപ്പോർട്ടും എനിക്കുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത്, ദീപ അരുൾജ്യോതി എന്ന വ്യക്തി അവിടെ കസേരയിൽ ഇരിക്കുന്നു, മറ്റേ ഹസ്ബൻഡ് കാര്യങ്ങളെല്ലാം നാട്ടിൽ നടന്ന് ചെയ്യുന്നു, അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതോ ദീപ ചേച്ചി തന്നെ ഡയറക്ട്ലി എല്ലാ പ്രശ്നങ്ങളിലും സജീവമായി ഇടപെട്ട് തീരുമാനങ്ങൾ സ്വന്തം ആളുകളുടെ മെമ്പർമാരുടെ അഭിപ്രായ സങ്കോചനത്തോട് കൂടിയിട്ട് ആണോ ചെയ്തിട്ടുള്ളത്? നമ്മള് വീട്ടുകാരോട് ചോദിക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ചോദിക്കും, പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഭരണസമിതിയിലും മെമ്പർമാരും എല്ലാവരും കൂടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. എന്തെങ്കിലും ചലഞ്ചസ് വന്നിട്ടുണ്ടോ ഒരു പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ? നമുക്കിത് വേണ്ടായിരുന്നു എന്ന് തോന്നി ഇട്ട് പോകേണ്ട അത്രയും വലിയ മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല ഇല്ല, അങ്ങനെയൊന്നും. എല്ലാം സന്തോഷത്തോടു കൂടി പ്രശ്നങ്ങൾ, എല്ലാം സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ പ്രശ്നങ്ങൾ പരിഗണിച്ചിരിക്കുന്നത്. ഇത് എനിക്കൊരു അനുഭവമാണ് കിട്ടിയത്. അപ്പൊ ഇത്ര കാര്യം നമ്മൾ ഇനിയും ഈ പൊതുരംഗത്ത് വന്നിട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല എന്നൊരു അനുഭവമാണ് കിട്ടിയത്. ഒരു സ്ത്രീക്ക് ഒരു പൊതുരംഗത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മനോഭാവം, കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ മറയൂരില് വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്. നമ്മളെല്ലാം വനത്തോട് വളരെയധികം ചേർന്ന് കിടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും മിക്കവാറും എല്ലാ മാസങ്ങളിലും തന്നെ ഏതെങ്കിലും ഒരു വന്യമൃഗത്തിന്റെ ആക്രമണമോ ശല്യമോ ഇവിടെയുള്ള ജനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊരു പ്രശ്നമായി പഞ്ചായത്തിലേക്ക് വരുമ്പോൾ മരണം വരെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും പുതിയതായിട്ട് ഇനി ചെയ്യാനായിട്ട് പറ്റുമോ? കാരണം ഇത് ഫോറസ്റ്റിന്റെ കൺട്രോളിലുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും അതിനെ എഴുതിത്തള്ളാതെ പഞ്ചായത്തിൽ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇന്റർവെൻഷൻസ് ചെയ്യാനായിട്ട് സാധിക്കുമോ? അതായത് നമ്മൾ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വന്യമൃഗ ശല്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫെൻസിങ് ഇടാനായിട്ട് പ്രോജക്റ്റ് എടുത്തു. അതിന്റെ അനുമതി കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. എവിടുന്നാ അനുമതി കിട്ടേണ്ടത്? ഫോറസ്റ്റിന്റെ DPC അംഗീകാരം കിട്ടത്തില്ല. അത് കിട്ടാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ട്? അവരെന്താ കാരണം? അവർക്ക് നമ്മൾ ഒരു പ്രോജക്റ്റ് എടുക്കുവാണെങ്കിൽ അതിൽ തന്നെ നമുക്ക് കാണിക്കാം. നമുക്ക്
ഈ പ്രോജക്റ്റിൽ മാത്രമാണ് എടുക്കേണ്ടതെന്നുള്ളത് കുറിപ്പൊക്കെ കാണിക്കും. അല്ല, പ്രോപ്പർ ഫെൻസിങ് ഉണ്ടെങ്കിൽ ഇപ്പൊ വനത്തിലെ ജീവികൾ വനത്തിലും നാട്ടിലെ മനുഷ്യർ നാട്ടിലും ജീവിച്ചു കഴിഞ്ഞ് ഇവര് തമ്മിൽ ഒരു അതിരുണ്ടെങ്കിൽ ഈ പറയുന്ന അറ്റാക്സ് കുറവായിരിക്കും. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും ഇവിടെ വന്യമൃഗശല്യങ്ങൾ വരും. ഞാൻ കേട്ട ഒരു കോൺസ്പിറസി തിയറി എന്താന്ന് വെച്ചാൽ, ഈ ഹൈ റേഞ്ച് മേഖലകളിലുള്ള മനുഷ്യരെ മുഴുവൻ ഇവിടെ നിന്ന് ഭയപ്പെടുത്തി ഓടിക്കുന്നതിന് വേണ്ടി വന്യമൃഗങ്ങളെ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുക. കാരണം അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ആനയോടോ പുലിയോടോ പോയി ഞങ്ങളെ കടിക്കരുത് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യില്ലല്ലോ. അപ്പോൾ ഇവിടെയുള്ള മനുഷ്യരെ ഇവിടെ നിന്ന് കുടിയിറക്കി ഈ ഭാഗങ്ങളെല്ലാം ടൂറിസത്തിന് വേണ്ടി മാത്രം ചില കുത്തകകൾക്ക് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റുകളിൽ സർക്കാർ വേണ്ട രീതിയിൽ ഇടപെടാത്തത് എന്നാണ് ഞാൻ പറയുന്ന ഒരു പരദൂഷണ കഥ. ഇത് ഇവിടെ ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ ഇരിക്കുമ്പോൾ ആ കഥയ്ക്ക് എന്തെങ്കിലും കഴമ്പുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇവിടുത്തെ ആളുകളെ പർപ്പസ്ഫുള്ളി, ഇപ്പൊ നമുക്കറിയാം ആന വരുന്നു, ആനയെ തടയണം എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം. എന്നിട്ടും അത് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരോ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളോ അത് ചെയ്യാത്തതിന്റെ കാരണത്തിൽ എന്തെങ്കിലും അമർഷം തോന്നിയിട്ടുണ്ടോ? ഇതിങ്ങനെയൊക്കെ ചെയ്തൂടെ? നമുക്കറിയാം ആന വരുമ്പോ ആനയെ തടഞ്ഞു നിർത്തിക്കൂടെ എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ ഇപ്പൊ നിന്ന വാർഡില് 4ാം വാർഡിൽ ഏറ്റവും കൂടുതൽ ആന കയറി വരുന്ന സ്ഥലമായിരുന്നു. അത് ആ സമയത്തൊക്കെ ഏത് സമയത്താണ് അവിടെ പ്രശ്നങ്ങൾ വരുന്നതുമ്പോഴും നമുക്കറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും. ഒന്ന് രാത്രി 1 മണി 2 മണിക്കൊക്കെ ആൾക്കാർ നമ്മൾ വിളിക്കും. ആ സമയത്ത് നമുക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ഏതെങ്കിലും ഈ ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അവർക്ക് ആ സമയത്ത് സുരക്ഷിതമായിട്ട് അവർ താമസിക്കാനുള്ള ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് എടുത്തിട്ടാണ് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ അവർക്ക് ഇപ്പോൾ സൈഡിൽ കൂടി വേലിയിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് ഇപ്പോൾ ആക്ഷൻ പ്ലാനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആക്ഷൻ പ്ലാൻ നമുക്ക് റെഡിയായി കിട്ടുവാണെങ്കിൽ അവർക്ക് ആ വേലി ചെയ്ത് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ കുറെ കൺസ്ട്രക്ഷൻ വർക്കുകളെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ, ഇത് വക മാറ്റി ചെലവാക്കി വാർഡ് മാറ്റി ചെലവഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു അതിന്റെ പശ്ചാത്തലം? അതില് യഥാർത്ഥമായി സത്യാവസ്ഥ എന്തായിരുന്നു? ഇത് വെക്കുമ്പോൾ ഓരോരോ വാർഡിലും ഇപ്പം മിക്കവാറും മെമ്പർമാർ പേര് വെച്ചിട്ടാണ് പ്രോജക്റ്റ് വെക്കുന്നത്. അതായത് നമ്മൾ 9ാം വാർഡിൽ ഒരു പ്രശ്നം വന്നു. അതായത് മേലാടിയിലുള്ള കൃഷി കനാൽ വന്നിട്ട് 9ാം വാർഡ് മാശിവയിലാണ് പണിയുന്നതെന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രശ്നം വന്നതെന്ന് നമുക്കറിയില്ല. ആ പ്രോജക്റ്റ് എടുക്കുവാണെങ്കിൽ തന്നെ നമുക്കറിയാം മാശിവയൽ ഗുരുസ്വാമി വീട് ഭാഗം കൃഷി കനാൽ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതായത് നമ്മളെ ഇപ്പം മിക്കവാറും മെമ്പർമാരൊക്കെ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും ഓരോരോ വാർഡുകളിലും ഫണ്ട് കാണും. അത് നമ്മുടെ വാർഡിൽ റോഡിൻ്റെ ആവശ്യമായിരിക്കും, അല്ലെങ്കിൽ കനാലിൻ്റെ ആവശ്യമായിരിക്കും. അപ്പം മെമ്പർമാരുടെ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, എനിക്ക് ഈ കനാൽ വേണം, എനിക്ക് ഈ റോഡ് വേണം എന്നൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ മാറ്റും. ആ രീതിക്കാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. മിക്കവാറും ആ കൃഷി കനാൽ എന്ന് പറയുന്നത് 9ാം വാർഡിൽ മാശിവേൽ കൃഷി കനാലിന് തന്നെ പേരുണ്ട്. അത് നമ്മൾ പ്രോജക്റ്റിൽ തന്നെ പേരുണ്ട്. അതിൽ ആർക്കും ഒരുവിധ സംശയം വേണ്ട. അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് ആ പ്രശ്നങ്ങൾ ആ സമയത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ വിവാദം വന്നതിന്റെ സാഹചര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഓപ്പോസിഷൻ പാർട്ടി എപ്പോഴായാലും ഭരണകക്ഷി ചെയ്യുന്നതിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനിരിക്കുന്നവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതിൽ വിവാദം വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന മെമ്പറിന്റെ വാർഡ് എന്ന് പറയുന്നത് മേലാടി വാർഡായിരുന്നു. പക്ഷെ അവരിപ്പോ പുതിയൊരു വീട് വെക്കുന്ന സ്ഥലത്തേക്ക് ഒരാവശ്യവും ഇല്ലാതെ ഒരു കനാല് വന്നു. അപ്പൊ ഇവര് ഇരുന്ന വീടിന്റെ അടുത്തേക്ക് സാഹചര്യവശാൽ വന്നതായിരിക്കാം അത്. അപ്പോ അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഇവര് വീട് വെച്ചതിന്റെ സ്ഥലത്ത് കൂടെ ഒരു കനാല് വന്നതാണോ ഈ പ്രശ്നത്തിന് കാരണം? ഒരിക്കലും അങ്ങനത്തെ കനാൽ അത് വന്നിട്ടില്ല. ആ ഗുരുസ്വാമി ആ അണ്ണൻ വന്നിട്ട് നമ്മുടെ ഗ്രാമസഭയിൽ വന്നിട്ട് അവരുടെ ഫാമിലി ആയിട്ട് നമുക്കൊരു പരാതി തന്നിട്ടുണ്ടായിരുന്നു. മേലിലത്തെ വെള്ളം വരുമ്പോൾ മൊത്തം അകത്ത് അവരുടെ വീട്ടിനകത്താണ് കയറി വരുന്നത്. അവർ ഒരു അപേക്ഷ തന്നു, ഈ വരുന്ന വെള്ളം നമ്മുടെ വീട്ടിനകത്താണ് കയറി വരുന്നത്, അപ്പോൾ ഈ സൈഡിൽ കൂടി നമുക്കൊരു കനാൽ വേണമെന്ന് പറഞ്ഞിട്ട് അവർ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഗ്രാമസഭ മിനിറ്റ്സ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം. ആ മിനിറ്റ്സിൽ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖയുടെ അടിസ്ഥാനത്തിലാണ് അവർ തന്നെ അപേക്ഷയുടെ ഒരു മുൻഗണന കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ കൃഷി കനാൽ പണിതിരിക്കുന്നത്. ഇനി കഴിഞ്ഞ പ്രസിഡന്റ് ആയിട്ടിരുന്നു, ഇതിനു മുമ്പും മെമ്പർ ആയിട്ടിരുന്നിട്ടുണ്ട്. അതല്ലേ ആദ്യത്തെ രാഷ്ട്രീയ രംഗ പ്രവേശനം എന്നുള്ള? ആദ്യം മെമ്പർ ആയിട്ട് വന്നു, പിന്നെ പ്രസിഡന്റ് ആയിട്ട് വന്നു, ഇപ്പൊ ദാ വീണ്ടും ഒരു സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും വോട്ട് ചോദിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്.
ഇനി ചെയ്തിട്ട് ബാക്കി വെച്ച കാര്യങ്ങൾ എന്തെങ്കിലും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ വീണ്ടും മെമ്പറായിട്ട് വോട്ട് തേടി നിൽക്കുന്നത്? മറ്റൊരാൾക്ക് അവസരം കൊടുക്കായിരുന്നു അല്ലെ? കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് യാതൊരു വ്യക്തി ദാരിദ്ര്യവും ഇല്ലാത്ത ഒരു പാർട്ടിയാണ്. വളരെ ശക്തമായ ഒരുപാട് അണികളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി. ഇതിനകത്ത് അപ്പോൾ വീണ്ടും ആ രാഷ്ട്രീയ പാർട്ടി നിങ്ങളെ തന്നെ മെമ്പറായിട്ട് വെക്കുന്നെങ്കിൽ അതിൽ നിങ്ങളിൽ ഒരു ഗുണം ആ പാർട്ടി കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി എന്തെങ്കിലും ചെയ്തിട്ട് ബാക്കി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ മെമ്പറായിട്ട് ഇത്തവണയും ഇലക്ഷന് മത്സരിക്കുന്നത്? പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിലും ഉണ്ട്. എന്ന് വെച്ചാൽ പ്രസിഡന്റ് എന്ന രീതിക്ക് പല കാര്യങ്ങളും നമ്മളിപ്പോൾ പ്രോജക്റ്റ് ആയാലും ആവശ്യപ്പെടുന്ന കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മരയൂർ ഗ്രാമപഞ്ചായത്തിൽ തന്നെ എടുക്കുവാണെങ്കിൽ മാലിന്യത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതിന് വേണ്ടിയിട്ട് അത് ആ പ്രശ്നം പരിഗണിക്കാൻ വേണ്ടി നമ്മൾ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി നമ്മളിപ്പോൾ അതിൻ്റെ കൊട്ടേഷൻ നടപടിയിലൊക്കെ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി പ്രോജക്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ കേസായാലും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ ബെഡ് സഹിതം ഇപ്പോൾ ആൾക്കാരെല്ലാവരും ചോദിക്കുന്നുണ്ട്, വയോജന എല്ലാവരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കട്ടിൽ തന്നോ, ഇനി അടുത്ത ബെഡ് എപ്പോഴാണ് തരുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളിലേക്കാണ് ചോദിക്കുന്നത്. അപ്പം അത് ഇതിൻ്റെ പുറകെ നിൽക്കുവാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് അപേക്ഷ കൊടുത്തിട്ട് ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഇതിനു വേണ്ടി നമ്മൾ തിരുവനന്തപുരം പോകേണ്ടി വരും, പല ആൾക്കാരെ കാണേണ്ടി വരും, അവിടെ CCTV കമ്മിറ്റി മെമ്പേഴ്സിനെ കാണേണ്ടി വരും. ഇതുപോലൊക്കെ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് ഒരു സീനിയറായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നുള്ള നടപടിയിലാണ് പാർട്ടി നമുക്ക് ഇപ്പം പിന്നെയും ഒരു സ്ഥാനം തന്നിരിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണ എപ്പോഴും ഉണ്ട്. എല്ലാവരുടെയും പിന്തുണ ഉണ്ട്. പിന്നെ മരയൂർ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് മേഖലയാണ്. ഓരോ കുടുംബത്തിലും വീണ്ടും നമ്മൾ മിക്കവാറും കുടുംബങ്ങളിൽ മക്കൾ പോലും അവരുടെ പേരൻസിനെ അച്ഛനെയും കാണാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്കിപ്പോൾ മരയൂർ ഗ്രാമപഞ്ചായത്തിൽ വേറൊരു പഞ്ചായത്ത് ചെയ്യാത്ത കാര്യങ്ങളാണ് മരയൂർ ഗ്രാമപഞ്ചായത്ത് ചെയ്തിരിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ 200 ദിവസം മരയൂർ ഗ്രാമപഞ്ചായത്ത് ഇത്ര വർഷമായിട്ട് നമ്മൾ കൊടുത്തിട്ട് പോലില്ല. 404 കുടുംബങ്ങൾക്ക് കഴിഞ്ഞ വർഷം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 404 ST മേഖലയിൽ വരുന്ന തൊഴിലാളികൾക്ക് നമ്മൾ തൊഴിൽ മേഖല 200 ദിവസം കൊടുത്തിട്ടുണ്ട്. പിന്നെ 768 പേർക്ക് നമ്മൾ 100 ദിവസത്തെ പണിയും കൊടുത്തിട്ടുണ്ട്. അല്ലാതെ മെറ്റീരിയൽസ് വർക്ക് മിക്കവാറും നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് എടുക്കുകയാണെങ്കിൽ ലൈഫ് മിഷൻ്റെ വീടിന് വേണ്ടി തന്നെ കുറേ പ്രോജക്റ്റുകളിൽ പൈസ മാറ്റി വെക്കേണ്ടി വരും. ഈ അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ ഓരോരോ വാർഡുകളിലും വേണ്ടിയിട്ടും വികസനത്തിന് നമ്മൾ റോഡോ കനാലോ ഇതുപോലെ ഡ്രൈനേജോ പണിയാനായിട്ട് പൈസ പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ തൊഴിലുറപ്പ് മേഖലയിൽ മെറ്റീരിയൽസ് വർക്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മിക്കവാറും വാർഡുകളിൽ കഴിഞ്ഞ തവണ നമ്മൾ 60 പ്രോജക്റ്റ് എടുത്തിട്ട് 57 പ്രോജക്റ്റും നമ്മൾ എല്ലാ പണിയും പൂർത്തീകരിച്ച് നമ്മൾ ബില്ലും മാറി കൊടുത്തിട്ടുണ്ട്. ഈ വർഷം ഇപ്പോൾ 66 പ്രോജക്റ്റാണ് എല്ലാ വാർഡുകളിൽ നിന്നും റോഡും കനാലും കൃഷി കനാലുമായിട്ട് നമ്മൾ പ്രോജക്റ്റ് എടുത്ത് ചെയ്യാൻ. കൺസ്ട്രക്ഷൻ വർക്ക് അല്ലാതെ വെൽഫെയർ വർക്കുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ ഓഡിറ്റുകളിൽ കഴിഞ്ഞ 15 വർഷത്തെ ഒരു ഓഡിറ്റിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് മറയൂർ പഞ്ചായത്തിൽ അല്ലെങ്കിൽ കാന്തല്ലൂർ പഞ്ചായത്തിൽ ഈ ഹൈറേഞ്ച് ഏരിയയിലുള്ള മിക്ക പഞ്ചായത്തുകളിലും വരുന്നത് കൺസ്ട്രക്ഷൻ വർക്കുകളിലാണ് കൂടുതൽ ഫണ്ട് വിനിയോഗിക്കപ്പെടുന്നത്. എന്നാൽ വെൽഫെയർ ആക്ടിവിറ്റീസിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ ബെഡ് കൊടുക്കല് അല്ലെങ്കിൽ കട്ടിൽ കൊടുക്കല് ഇത്തരം പരിപാടികളല്ലാതെ മറ്റെന്തെങ്കിലും വെൽഫെയർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് പഞ്ചായത്തിന് സാധിക്കില്ല. അതിപ്പോഴും കുറവ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തല്. ഇപ്പൊ നമുക്കൊരു ഓൾഡ് ഏജ് ഹോമിന്റെ ഇതിവിടെ വന്നിരുന്നു, പക്ഷെ ആ പ്രോഗ്രാം അതോടുകൂടി അങ്ങ് അവസാനിച്ചു. വന്നിട്ടില്ലല്ലോ അത്? വന്നിട്ടില്ല. ആ പ്രോജക്റ്റ് വന്നില്ല. കാരണം അതിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ആളുകളെ കണ്ടെത്താനായിട്ട് സാധിക്കാത്തതാണ്. അപ്പൊ അതുപോലെ നമുക്ക് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഇവിടെ കക്കൂസും കനാലും വീടും അല്ല വേണ്ടത്, വെൽഫെയർ ആക്ടിവിറ്റീസ് ആണ് ഈ ഒരു മേഖലയ്ക്ക് അത്യന്താപേക്ഷിതമായി കൈത്താങ്ങായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു പഞ്ചായത്ത് എന്ന രീതിയിൽ വെൽഫെയർ ആക്ടിവിറ്റീസിലല്ലേ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? അതെ, അത് തീർച്ചയായിട്ടും. അതിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം അത് ചെയ്യാനുണ്ട്. അത് ഇനിയിപ്പോൾ അടുത്ത ഭരണസമിതി വരുമ്പോഴത്തേക്കും അത് വെൽഫെയർ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യും. മറയൂര് ഇപ്പൊ ടൂറിസം മേഖലയിൽ വളരെയധികം മുൻപന്തിയിലേക്ക് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മൂന്നാറ് വരുന്ന ആൾക്കാരെ കാന്തല്ലൂര് കാണാൻ വരുമ്പോൾ ഒരു ഇടത്താവളം എന്ന രീതിയിലാണ് മറയൂരിനെ കണ്ടിട്ടുള്ളത്. എന്നാൽ മറയൂര് വാനോളം ഉയർന്നിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണ്. ടൂറിസം ഭൂപടത്തില് വളരെയധികം സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഡെസിഗ്നേഷൻ കൂടിയാണ് മറയൂര്. കാരണം ഇവിടുത്തെ
മറയൂർ ചന്ദനക്കാടുകള്, മറയൂർ ശർക്കര എന്നൊക്കെ പറയുന്നത് വളരെ വലിയ മൂല്യ ഉൽപ്പന്നങ്ങളാണ് ഇവിടുത്തെ. എന്നാൽ ഈ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇതിന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? മറയൂർ ശർക്കരയ്ക്ക് പേറ്റന്റ് ഉണ്ട് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിലുപരി ഈ രണ്ട് ഉൽപ്പന്നങ്ങളല്ലാതെ ഇനിയും ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ട്, ഗുണമേന്മയുള്ളതും അതുപോലെ ചെയ്യാൻ പറ്റാവുന്നതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ. ഇപ്പൊ ഇവിടുത്തെ മറയൂരത്തെ ആര്യവേപ്പിലയാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ആര്യവേപ്പിന്റെ കാടുകൾ ഇവിടെയാണ് ഉള്ളത്. പിന്നെ അതുപോലെ ഇവിടെ ഉള്ളത് ഒരു നെല്ലിക്ക, ഏറ്റവും ഗുണമേന്മയുള്ള നെല്ലിക്ക, ചെറിയ നെല്ലിക്ക. നമ്മൾ സാധാരണ മാർക്കറ്റിൽ വാങ്ങുന്ന വലിയ നെല്ലിക്കക്കാട്ടിലും ചെറിയ നെല്ലിക്ക ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വനപ്രദേശമാണ് ഇത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ ആട്ടുകുട്ടികൾ. ഇപ്പൊ മട്ടന് 1 കിലോ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ 750 രൂപ 800 രൂപയാണ് 1 കിലോ മട്ടന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇതുവഴിയൊക്കെ ഒരുപാട് തൊഴിൽ സാധ്യതകൾ ഈ മേഖലയിൽ ഉള്ളപ്പോൾ ഇതെല്ലാം ഒരു ചെറിയ കിണറിനകത്ത് കിടക്കുന്ന ചില വ്യക്തികളെ പോലെ ഇങ്ങനെ ചെയ്യാതെ കുറച്ചും കൂടെ വികസന പദ്ധതികൾ ഇതിനകത്തേക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ സാമ്പത്തിക നില കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കില്ലേ? ഉണ്ട്, അതായത് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളത് കുടുംബശ്രീ വഴി ഇപ്പോൾ നാട് ചന്ത എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രോജക്റ്റ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ കുടിമേഖലയിൽ നിന്ന്, അതായത് ഇപ്പോൾ ST മേഖലയിൽ നിന്ന് വരുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ പുറമേ നിന്ന് ആൾക്കാർ വരുന്നത്. അവരുടെ വിഷബാധ്യതയല്ലാതെ സാധനങ്ങൾ നമുക്ക് വേണം, ഇതുപോലുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണ് പയർ ഉൾപ്പെടെ കൂർക്ക ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അന്വേഷിച്ച് വരുന്നത്. അപ്പോൾ ആ രീതിക്ക് നമ്മൾ കുടുംബശ്രീ വഴി തന്നെ നമ്മൾ ആട് ചന്ത എന്നൊരു പ്രോജക്റ്റ് എടുത്തിട്ട് അതിൻ്റെ വേണ്ടി ഇപ്പോൾ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത് നമ്മൾ കാര്യങ്ങൾ ചെയ്യും. പിന്നെ കുടുംബശ്രീ വഴിയായിട്ട് തന്നെ നമ്മൾ മുരുകൻപാറ, അത് നമ്മൾ മുനിയര ഫേമസ് ആണ് മറയൂർ ഗ്രാമപഞ്ചായത്തിൽ. ആ മുരുകൻപാറയ്ക്ക് പോകുന്ന വഴിക്ക് നമ്മൾ പഞ്ചായത്ത് ഒരു ബിൽഡിംഗ് തന്നെ അവർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ആ 1, 2, 3 വാർഡുകളിൽ നിന്ന് പറഞ്ഞ വിഷബാധ്യതയല്ലാതെ അവർ മില്ലറ്റ് പോലുള്ള സാധനങ്ങൾ അവിടെ വിൽപ്പന ചെയ്യാൻ വേണ്ടിയിട്ട് അതിലും പ്രോത്സാഹനപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറേ ST മേഖലയിലുള്ള യുവജനങ്ങൾക്കും യുവതികൾക്കും അവർക്കൊരു ജോലി പോലും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ മുരുകൻപാറയ്ക്ക് പോകുന്ന വഴിക്ക് നമ്മളൊരു ബിൽഡിംഗ് പോലും വിട്ടുകൊടുത്തിട്ടുണ്ട്. മറയൂര് ആദിവാസി മേഖലയാണല്ലോ, ഏറ്റവും 70% ആദിവാസികളാണ് ഈ മേഖലയിലുള്ളത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ കുടികളിലും അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിലും ഗ്രാമ പ്രദേശങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലും എല്ലാം പറയുന്നത് നമുക്ക് ഹോം ഡെലിവറി വേണം. അതായത് കുട്ടികളുടെ മരണം കുറയ്ക്കുന്നതിന് വേണ്ടി സമീകൃതാഹാരം ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ കഴിക്കണം, ഹോം ഡെലിവറികൾ നിങ്ങൾ പരമാവധി ഒഴിവാക്കണം, ഹോസ്പിറ്റൽ ഡെലിവറി വേണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? എന്നിട്ട് ഹോസ്പിറ്റൽ ഡെലിവറി വേണം എന്ന് നമ്മൾ ആദിവാസികളെ പഠിപ്പിക്കും, അല്ലെങ്കിൽ ജനങ്ങളോട് നമ്മൾ പറയും ഇവിടെ ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ വന്നാൽ ഒരു ഗൈനക്കോളജിസ്റ്റ് ഇല്ല. ഇത് കാലങ്ങളായിട്ടുള്ള മറയൂരിന്റെ ഒരു പ്രശ്നമാണ് ഞാൻ ഈ പറയുന്നത്. 16 വർഷത്തെ എൻ്റെ മറയൂർ എക്സ്പീരിയൻസിൽ പറയാ, ഇവിടെ നമുക്ക് ഒരു ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ സഹായഗിരി ഹോസ്പിറ്റൽ മാത്രമാണ് നമുക്ക് ആശ്രയിക്കാവുന്നത്, അതും പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഇവിടെ നമുക്കൊരു ഹോസ്പിറ്റൽ ഉണ്ട്, അത് ഒരുവിധം നല്ല സൗകര്യങ്ങളോട് കൂടിയ ഒരു ഹോസ്പിറ്റൽ കൂടിയാണ്. ഇത്രയും ആളുകൾക്ക് സേവനം കൊടുക്കേണ്ട ഒരു മേഖലയിൽ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ സേവനം അത്യന്താപേക്ഷിതമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. അതുപോലെ തന്നെ മറയൂര് വനമേഖല ആയതുകൊണ്ട് തന്നെ ഏറ്റവും വിഷം ഉള്ള ജീവികൾ ഈ വനപ്രദേശത്തുണ്ട്. ഇവിടെയുള്ള മിക്ക ആളുകളും ഈ സ്ഥലങ്ങളിലെല്ലാം ജോലി ചെയ്യേണ്ടുന്നവരാണ്. ഏറ്റവും കൂടുതൽ വിഷം ഉള്ള അണലി, മൂർക്കൻ, രാജവെമ്പാല, ഈ 3 പാമ്പുകൾക്കാണ് ഏറ്റവും കൂടുതൽ വിഷമുള്ള ജീവികളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. മരണം വരെ സംഭവിക്കാം. ഏകദേശം 20 മിനിറ്റിനുള്ളിൽ, പാമ്പ് കടിച്ച് 20 മിനിറ്റിനുള്ളിൽ മരണം സംഭവിക്കാവുന്ന വിഷജീവികളുള്ള, അതുപോലെ ചില തേളുകള്, അതും മറയൂരിൽ വളരെ കൂടുതലാണ്. ഇതൊക്കെ 20 മിനിറ്റ് ആണ്. ഇത് കടിച്ചു കഴിഞ്ഞാൽ ആന്റിവനം നമ്മുടെ ശരീരത്തിൽ ചെന്നില്ലെങ്കിൽ നമ്മൾ മരിക്കുമെന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ നിന്ന് ഈ ആന്റിവനം തേടി ഒരു മനുഷ്യൻ എന്റെ ജീവനും കൊണ്ട് ആംബുലൻസ് പോകേണ്ടത് 1.5 മണിക്കൂർ ട്രാവലിംഗ് ആണ് മിനിമം. ഇനി അടിമാലിയിലേക്കാണ് പോകേണ്ടതെങ്കിൽ ഏകദേശം 2.25 മണിക്കൂർ സമയമെടുക്കും. അതിൻ്റെ ഉള്ളിൽ ആള് ഡെത്ത് ആയിട്ടുണ്ടാവും. ഇത് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ് മറയൂരിനെ സംബന്ധിച്ച്. എന്തുകൊണ്ടാണ് ആന്റിവനം മറയൂര് PHCയിലോ CHSCയിലോ വരാത്തത്? CHSC ആണ് എന്ന് പറഞ്ഞ് അതിന്റെ സേവനത്തിൽ ഇത്രയേ വരുള്ളൂ എന്ന് പറഞ്ഞ് അതിന് ലിമിറ്റ് ചെയ്യേണ്ട കാര്യമില്ല.
നമ്മുടെ ജോഗ്രഫിക്കൽ പാറ്റേൺ അനുസരിച്ചിട്ട് ഇവിടുത്തെ സിറ്റുവേഷൻ ഇതാണ്. ആരോഗ്യ മേഖലയിൽ അടിയന്തരമായിട്ട് സേവനമുള്ള ആന്റിവെനം, അതുപോലെ റാബീസിന്റെ വാക്സിൻസ്, ഇതൊന്നും നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. അപ്പൊ ഈ ജനങ്ങളുടെ എല്ലാം ജീവൻ സംരക്ഷിക്കേണ്ട സർക്കാർ ഇതില് ഒരു നിസ്സംഗഭാവം ഇതുവരെയും എടുത്തിട്ടുള്ളതായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇതിനെക്കുറിച്ച് എന്താണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ ഈ വിഷയം താങ്കളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഇതുവരെ ചെയ്തിട്ടില്ല, ആക്ഷൻസ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി എന്തെങ്കിലും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഓരോരോ ഗ്രാമസഭയ്ക്കും ഈ ആവശ്യങ്ങളൊക്കെ വരുന്നതാണ്. ഇപ്പോൾ CHC എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ അത് FHC ആയി, അത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ മറയൂർ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ അത് ഗ്രാമസഭയിൽ ഉയർന്നു വന്ന നമ്മുടെ ഈ ആവശ്യങ്ങളൊക്കെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മൾ ലിസ്റ്റ് കൊടുത്തിട്ടുമുണ്ട്. ഇതുപോലത്തെ ആവശ്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സർക്കാരിൽ നമ്മൾ മിനിസ്റ്റർ വരെ പോയി കണ്ടിട്ട് നമ്മുടെ മറയൂർ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പറഞ്ഞതുപോലെ ST ആൾക്കാരാണ് താമസിക്കുന്നത്. അവർക്ക് ഈ ആവശ്യമായ ഇപ്പോൾ അവർ ST മേളിൽ എന്ന് പറഞ്ഞ ആൾക്കാർ സാധാരണ രീതിയിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ FHCക്ക് വരുമ്പോൾ നിങ്ങൾ അടിമാലി പോകണമെന്ന് പറഞ്ഞാൽ പോകത്തില്ല. അവർ പറയുന്നത് അടിമാലിയോ കോട്ടയോ പോയാൽ ഞങ്ങൾ ഡെത്തായിട്ട് ഞങ്ങൾ ഒരു ആംബുലൻസിലാണ് ഇവിടെ കൊണ്ടുവരുന്നത് എന്നുള്ള പേടി അവർക്കുണ്ട്. അത് അവരുടെ മുൻ അനുഭവമാണ്. ഇവിടെ നിന്ന് ഇപ്പൊ ഒരു രോഗിയെ അടിമാലിയിലേക്ക് കൊണ്ടുപോയി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാവുകയാണ് വന്നിട്ടുള്ളത്. പിന്നെ ആ പോയ ബോഡി തിരിച്ചു വരുന്നത് ഡെഡ് ബോഡി ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ആ പാവപ്പെട്ട മനുഷ്യന്റെ ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ ഈ ആംബുലൻസിൽ പോയി അവിടെ പോയത് കൊണ്ടായിരിക്കാം മരിച്ച് ഇങ്ങോട്ട് വന്നത്. ഈ മരുന്ന് കിട്ടാത്തത് കൊണ്ടും ഈ ബാധിച്ചിരിക്കുന്ന രോഗത്തിന്റെ തീവ്രത കൊണ്ടുമാണ് മരിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള അതിന്റെ ഒരു പക്വത കുറവ് കൊണ്ടായിരിക്കാം അവരങ്ങനെ പറയുന്നത്. അല്ല, അത് നമ്മളിപ്പോൾ തീരുമാനം ഒരു 2-3 മാസം മുമ്പ് തന്നെ നമ്മൾ തീരുമാനം എടുത്ത് നമ്മളിപ്പോൾ മിനിസ്റ്ററെ കണ്ടു. നമ്മൾ ഇവിടുത്തെ ആവശ്യങ്ങളൊക്കെ പോയി പറഞ്ഞിട്ടുണ്ട്. അത് പഞ്ചായത്ത് കമ്മിറ്റി റിസർവേഷൻ തീരുമാനമായിട്ട് തന്നെ മിനിസ്റ്റർ പോയി കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വരുന്ന വർഷങ്ങളിൽ അത് തീർച്ചയായിട്ടും FHCയിൽ നമ്മൾ എല്ലാ ആവശ്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള നടപടിയായിട്ട് തന്നെ മുന്നോട്ട് പോകും. നമുക്കിത് FHC ആണോ CHC ആണോ PHC ആണോ എന്നത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇവിടെ ഒരാളെ പാമ്പ് കടിച്ചു, 20 മിനിറ്റിനുള്ളിൽ ഇയാൾക്ക് ആന്റിവെനം കിട്ടിയിരിക്കണം. അതിനുള്ള സോഴ്സ് ഇവിടെ എവിടെയാണ്? ഇപ്പൊ ഈവൻ സഹായഗിരിയിൽ പോലും അങ്ങനത്തെ ആന്റിവെനം അവർ സൂക്ഷിക്കുന്നില്ല. പിന്നെ ഉള്ളത് ദണ്ടുകൊമ്പിലുള്ള ഒരു വിഷവൈദ്യനാണ്. അദ്ദേഹത്തിനാണെങ്കിൽ പ്രായം 110 എന്നൊക്കെയാണ് പറയുന്നത്. 102 ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് അപ്പൊ ഏകദേശം ഒരു 8 വർഷമായിട്ടുണ്ട്. 110ന്റെ അടുത്ത്. അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെയൊക്കെ ഏജ് എന്ന് പറയുന്നത് അവര് വായുകൊണ്ട് പറയുന്നതേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു കുഞ്ഞു പെണ്ണിനെ പാമ്പ് കടിച്ചിട്ട് അവർ കൊണ്ടുവന്നപ്പോഴത്തേക്കും രാജാക്കാടാണ് അവർ കൊണ്ടുപോയത്. അപ്പോൾ നമുക്ക് ആ ബോധമുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ട് അവർ ആ വനമേഖലയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് പിന്നെ രാജകുമാരി പോകുമ്പോഴത്തേക്കും അവരുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം. എന്തായാലും അതിന് തീർച്ചയായിട്ടും വരുന്ന വർഷങ്ങളിൽ അതിനുള്ള നടപടികളൊക്കെ പഞ്ചായത്ത് തീർച്ചയായിട്ടും എടുക്കും. ഇനി എന്തെങ്കിലും വികസന പദ്ധതികൾ ചെയ്യുന്നതിനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ? അടുത്ത ടേമിൽ വരുമ്പോൾ 2025-30 എന്ന് പറയുന്ന ഒരു വലിയ ടേം വരുമ്പോ എന്തെങ്കിലും ചെയ്യാനായിട്ട് മനസ്സിൽ പദ്ധതി എന്ന് വെച്ചാൽ ഇപ്പോൾ യുവജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു ഗ്രൗണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നമുണ്ട്. അത് തീർച്ചയായിട്ടും വരുന്ന വർഷങ്ങളിൽ നമ്മൾ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അത് നമ്മൾ അവിടെ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അതിൻ്റെ പുറകെ കുറേ കേസ് നടപടികളൊക്കെ ആയി. ആ സമയത്ത് ഭരണസമിതിയിലിരുന്ന എല്ലാ ആൾക്കാരുടെ പേരിലും കേസുണ്ട്. ഇപ്പോൾ യുവജനങ്ങളുടെ ആവശ്യം അവർക്കൊരു ഗ്രൗണ്ട് വേണം. എന്നാന്ന് വെച്ചാൽ ഇപ്പം മിക്കവാറും നമ്മുടെ യുവാക്കൾ മൊത്തം ഈ മറ്റേ ലഹരിക്ക് അടിമയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരു മാറ്റം. അതെന്താ അങ്ങനെ ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ ഇവിടെ ഒബ്സർവ് ചെയ്തപ്പോ ഇവിടെ കൂടുതൽ ആളുകൾ ലഹരിക്ക് അടിമയാവാനുള്ള കാരണം എന്തായിട്ടാ തോന്നിയിട്ടുള്ളത്? ലഹരി ഇപ്പോൾ പറയുന്നത് പോലെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ മക്കളുണ്ട്. ഇപ്പം അവർക്ക് വേണ്ടി ആവശ്യമില്ല കാര്യങ്ങൾ ചെയ്ത് കൊടുത്തില്ല എങ്കിൽ അവർ തീർച്ചയായിട്ടും അവർക്ക് മുമ്പിൽ ഏതാണ് ഉള്ളത് അതിൻ്റെ പുറകിലേക്കാണ് അവർ പോകുന്നത്. ഇപ്പം മറയൂർ ഗ്രാമപഞ്ചായത്തിൽ മിക്കവാറും യുവാക്കൾ തന്നെ ഈ ലഹരിക്ക് അടിമ തന്നെയാണ്. എന്ത് ടൈപ്പ് ഓഫ് ലഹരിയാണ്? അതായത് സിന്തറ്റിക് ലഹരിയാണോ അതോ ഈ കഞ്ചാവ് പോലുള്ള ലഹരിയാണ് ഉള്ളത്? എന്തായാലും അവർക്കിപ്പം നമ്മൾ ക്ലാസ്സൊക്കെ കൊടുത്ത് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. എന്തായാലും ഇനിയും നല്ല രീതിക്ക് അവരെ മാറ്റം വരുത്തണമെങ്കിൽ അവർക്ക് ഈ വൈകിട്ട് ഒരു കളിക്കളം പോലുള്ള സ്ഥലങ്ങളുണ്ട്. മദ്യപാനത്തിന്റെ അളവ് ഇവിടെ ബീവറേജ് ഷോപ്പ് ഇവിടേക്ക് വന്നതുകൊണ്ട് മദ്യപാനം ഇവിടെയുള്ള ആളുകളിൽ കൂടിയിട്ടുണ്ടോ?
അങ്ങനെ കൂടിയതായിട്ടല്ല, അതായത് നിലവിൽ എങ്ങനെയാണ് ഇരുന്നത് അത് ആ രീതിക്ക് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാൻ കേട്ട ഒരു ഇത്, ബീവറേജിന്റെ സാധാരണ വരുന്ന ലോഡ് ആദ്യം ഒരു ലോഡാണ് കോവിൽക്കടവിലേക്ക് വന്നത്, ഇപ്പോ അതിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നൊക്കെ. കൂടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഇതിനകത്ത് കൺസംഷൻ കൂടിയിട്ടുണ്ട്. അതായത് ടൂറിസ്റ്റ് മേഖലയാണ്. മൂന്നാറിൽ പോകുന്നവർ, കാന്തല്ലൂരിലൊക്കെ പോകുന്നവരൊക്കെ ഏറ്റവും മെയിൻ റോഡിലായിപ്പോയി അവിടെ വരുന്ന ആൾക്കാർ ബീവറേജിൽ ഇറങ്ങിയിട്ടാണ് സാധനങ്ങൾ മേടിക്കുന്നത്. അതുകൊണ്ടായിരിക്കും കൂടിയത്. ഈ പഞ്ചായത്തിന്റെ മുഴുവൻ സമഗ്രമായ വികസനങ്ങളിൽ നിങ്ങളോടൊപ്പം 2.5 വർഷക്കാലം ഭരണത്തിലിരുന്ന് നിങ്ങൾക്ക് വേണ്ട സേവനങ്ങളെല്ലാം ചെയ്തെന്ന പ്രസിഡന്റാണ് ഇത്രയും നേരം എന്നോട് സംസാരിച്ചത്. ഇപ്പോഴത്തെ പ്രസിഡന്റും ഇനി വരാൻ പോകുന്ന ഇലക്ഷനിലെ സ്ഥാനാർത്ഥി കൂടിയാണ്. സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എന്താണ് വോട്ടർമാരോട് ചോദിക്കാനുള്ളത്? ഇത്രയും നേരം മറയൂർ ചാനലിനോട് സഹകരിച്ച് ഇത് കേട്ട വീക്ഷിച്ച എല്ലാ പ്രേക്ഷകരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. സ്ഥാനാർത്ഥിക്ക് ഇനി എന്താണ് വോട്ടർമാരോട് പറയാനുള്ളത് അവസാനമായിട്ട്? 1-ാം വാർഡിലെ എല്ലാ വോട്ടർമാർക്കും വണക്കം. നാം മറയൂർ ഗ്രാമപഞ്ചായത്തിൽ 1-ാം വാർഡ് കൂടക്കാട്ടിൽ UDF கைப்பற்றி சின்னத்தில் வேட்பாளராக போட்டியிடுகின்றேன். நம்மளுடைய குடியை பொறுத்த வரைக்கும் நிறைய காரியங்கள் இப்போ செய்ய வேண்டியது இருக்குன்னா ரோடு ஆகட்டும், அதுபோல் ஒவ்வொரு குடிகளும் ஆளாய்மைப்புறை ஆகட்டும், குடிவெள்ளம் ஆகட்டும், நிறைய போராய்மைகள்லாம் இருக்குது. என்னென்னா ஒரு பஞ்சாயத்து பரண சமிதி வந்தால் எல்லாமே பூர்த்தீகரித்து இறங்க முடியாது. இருந்தாலும் இதுக்கு முன்னாடி இருக்க மெம்பர்மார், அதாவது நம்மளுடைய குடிமேகலையில் ரோடுகள் நல்ல ரீதியில் செஞ்சுருக்கிறாங்க. அதுபோல் கவக்குடி பாலம் உள்பட, கற்பூரக்கோடி ரோடு உள்பட, புத்துகள் ரோடு, அதுபோல் எல்லா காரியங்களும் நம்ம இனியும் போராய்மைகள் இருக்குது. கண்டிப்பாக நான் ஜெயிச்சு வந்தால் நம்மளுடைய வார்டில் உள்ள விகசனங்களுக்கு எல்லாத்துலேயும் நான் முன்கை எடுப்பேன். அதுபோல் உங்களுடைய குடும்பத்தில் ஒருத்தியாக இருந்து எல்லா காரியத்திலும் நான் செயல்படுவேன் என மாத்திரம் இந்த நேரத்தில் தெரிவித்துக்கொண்டு 1-ാം വാർഡിലെ വോട്ടർമാർ എല്ലാവരും വരുகின்ற 9-ാം തീയതി നടക്കக்கூடிய 3-അടുക്ക് പഞ്ചായത്ത് தேர்தலில் கைப்பற்றி சின்னத்தில் രേഖപ്പെടുത്തി എന്നെ അമോഘ വാക്കുകൾ വ്യത്യാസത്തിൽ വെറ്റി വര ചെയ്യ വേണ്ടുമെന്ന് കേട്ടുകൊള്ളുന്നു.